പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു. സ്ത്രീകളെ പ്രശ്നങ്ങളാണ് ഞാൻ അധികവും പറഞ്ഞത്. അപ്പൊ അതിലൊരു സുഹൃത്ത് എന്നോട് പറയാണ്, ഞങ്ങൾക്ക് പുരുഷന്മാരെ പ്രശ്നം എന്താ നിങ്ങൾ പറയാത്തത്? സ്ത്രീകളെ പ്രശ്നമാണല്ലോ എപ്പോഴും പറയുന്നത്. സ്ത്രീകൾക്കാണ് ഏറ്റവും പ്രശ്നമുള്ളത്. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ സ്ത്രീകള് അനുഭവിക്കുന്ന പോലെ തന്നെ പുരുഷ പീഡനം പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് അല്ലേ? പലതരത്തിൽ. ഒന്നുകിൽ അതിന്റെ എന്താ പറയാ, മാനസികമായ പീഡനം, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലൊക്കെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലെ പുരുഷന്മാർ. അപ്പൊ അവരുടെ കാര്യം കേൾക്കാൻ ആരുമില്ല. പക്ഷെ സ്ത്രീകളെ പ്രശ്നം മാത്രമേ ആൾക്കാർ ഉയർത്തിപ്പിടിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പൊ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവി കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട് അല്ലേ? അത് അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികളിലുള്ളതാണ്. അത് കേൾക്കാത്ത ആളുണ്ടാവില്ല. ഇന്നിപ്പോ മൊബൈൽ വന്നതോടുകൂടി അവിഹിത ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതുകൊണ്ട് പുരുഷന്മാര് ഇത് എങ്ങനെ ബാധിക്കുന്നു? പുരുഷന്മാരല്ലെങ്കിൽ സ്ത്രീകളെ ആകർഷിക്കുന്നുണ്ട്, അല്ലെ സ്ത്രീകളെ പുരുഷന്മാരെ ആകർഷിക്കുന്നുണ്ടാവും. പക്ഷേ അത് മറ്റൊരാളുടെ ഭാര്യയെ പിന്നെ ഒരു പുരുഷൻ പ്രേമിക്കുന്നു, അതേപോലെ മറ്റൊരാളുടെ ഭർത്താവിനെ സ്ത്രീ സ്നേഹിക്കുന്നു. പക്ഷേ ഇത് ബാധിക്കുന്നത് അധികവും പുരുഷനാണ്. കാരണം അയാള് ഇവര് തമ്മിലുള്ള രഹസ്യമായ ബന്ധം സ്ഥാപിക്കുന്നു, തുടർച്ചയായ സംസാരം, ഒളി സങ്കേതങ്ങൾ, അതുപോലെ താൽക്കാലികമായ ആനന്ദം, ആശ്വാസം, ഇതൊക്കെ തേടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പുരുഷൻ ഇതേപോലെ ഇത് ഉപയോഗിച്ചിട്ട് സ്ത്രീകൾ അവരെ കരുവാക്കി മാറ്റുന്നുണ്ട്. പണം, അതുപോലെ സമ്മാനങ്ങൾ, സഹായങ്ങൾ, ഇതൊക്കെ തന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിതം പതുക്കെ പതുക്കെ അധീനപ്പെട്ടു പോവാണ് പുരുഷന്റെ. അപ്പൊ അയാൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സമ്പത്തും സമാധാനവും നഷ്ടപ്പെട്ട പുരുഷന്മാര് നാട്ടുകാരുടെ ഇടയിലും ഒറ്റപ്പെടും. പിന്നെ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പറയും സ്ത്രീ രക്ഷപ്പെടും. അങ്ങനെ മിക്കവാറും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. ചുരുക്കം സ്ത്രീകൾ ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട കുറച്ച് സ്ത്രീകളുണ്ട്, നമുക്കറിയാം. സമൂഹത്തിൽ ഇപ്പൊ നന്മയും തിന്മയും ഉണ്ടല്ലോ. അപ്പൊ സ്ത്രീകളെ കാര്യം മാത്രമല്ല, പുരുഷന്റെ കാര്യം പറയേണ്ടത് ആവശ്യമാണ്. ചെറിയൊരു ശതമാനം സ്ത്രീകൾ ഇങ്ങനെ പുരുഷനെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ സ്ത്രീകള് പല വീടുകളിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ സകല പിന്നെ അതുകൂടാതെ വീട്ടില് മിക്കവാറും സ്ത്രീകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവര് കൺട്രോൾ ചെയ്യുന്നത് സ്ത്രീ ആയിരിക്കാം. അങ്ങനെയുള്ള സ്ത്രീ ഭരിക്കുമ്പം ഇടത്തും വലത്തും തിരിയാൻ സമ്മതിക്കുന്നില്ല പുരുഷന്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സിനിമാ ലോകത്തുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഫിലിം വേൾഡിലൊക്കെ ആയതുകൊണ്ട് പേടിയാണ് ഈ സ്ത്രീക്ക്. ഈ സ്ത്രീ പറയും, ഞാൻ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയും നിങ്ങൾ ആരോടെങ്കിലും ഇടപെടുകയോ ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞതാണ്, മാഡം ആത്മഹത്യ ചെയ്യുന്ന പേടിച്ചിട്ട് ഞാൻ എവിടെ എത്തി എവിടെ എത്തി എവിടെയെങ്കിലും പുറപ്പെട്ടാൽ ആ സ്ത്രീ വിളിച്ചോണ്ടിരിക്കും, എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ, നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ പുരുഷന്മാര് നമ്മളിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത് അല്ലെ? അത് മനസ്സിലാക്കാതെ കുറേ സ്ത്രീകളുണ്ട് ഇങ്ങനെ പുരുഷന്മാരെ എന്താ പറയാ അടക്കി ഭരിക്കുന്ന. അങ്ങനെ ഞാനൊരു വലിയ പരിപാടി, ഏതോ ഒരു ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ പോയപ്പോ ആ ഒരു ഡോക്ടർ, ഒരു വലിയ ഹോസ്പിറ്റലിന്റെ ഒരു പ്രിൻസിപ്പൽ, വലിയ പദവിയിൽ ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അതൊരു തള്ളലായിട്ടല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ പ്രസംഗം കേട്ടപ്പോ എന്തോ പറഞ്ഞ് അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്ന്, ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഭാര്യന്റെ മുഖമൊക്കെ വിവർണമായി. അവര് പിന്നെ മുഖം വെട്ടിച്ച് കടന്നുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അവരങ്ങനെ എന്നോട് എന്താ ദേഷ്യം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മാഡം ഒന്നും പറയണ്ട, ഞാൻ ആരോട്, എനിക്കിപ്പോ 60 വയസ്സായി, എന്നാലും ഞാൻ ആരോട് മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ ഓരോന്ന് കാണുമ്പോഴും അവളെ വിചാരിക്കും ഇതൊക്കെ എന്റെ പ്രേമിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇയാളെ പിന്നാലെ പോവാണ്, സ്ത്രീയുടെ പിന്നാലെ പോവാണ്. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. നമുക്കറിയാം സോക്രട്ടീസിന്റെ ഭാര്യയെ കുറിച്ച്, സാന്ദിപ്പേ എന്ന സ്ത്രീ. സോക്രട്ടീസിനെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ സ്ത്രീയാട്ടോ അവര്. അവര്
എപ്പോഴും ഭർത്താവിന് സംശയമായിരുന്നു. ഭർത്താവിനെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വൈരക്കേടാക്കും. അങ്ങനെയുള്ള അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങളൊരു നല്ല ഭാര്യയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുമ്പോൾ നല്ലൊരു സ്ത്രീയാണ് ഭാര്യയെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനാവും. ചീത്ത ഭാര്യയാണ് കിട്ടിയെങ്കിൽ നിങ്ങളൊരു തത്വജ്ഞാനിയാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ് ഞാൻ മുമ്പ് വായിച്ചതാണ്. അപ്പൊ അങ്ങനെ സ്വൈരം കെടുത്തുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ ബിഹൈൻഡ് എവരി ഗ്രേറ്റ് ഏൻഷ്യൻ ഫിലോസഫർ there is a woman who hates his ഫ്രീക്കിംഗ് ഗട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സോക്രട്ടീസ് പറഞ്ഞതാട്ടോ. അങ്ങനെ സോക്രട്ടീസിന്റെ ഭാര്യ നേരം വെളുത്തു കഴിഞ്ഞാൽ അത് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും അത്ര അദ്ദേഹത്തിനെ കുറ്റം പറയാനും അദ്ദേഹത്തിനെ മാനസികമായിട്ട് ഭർഷിക്കാനൊക്കെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും വെച്ചാല്, പുലർച്ചയ്ക്ക് നേരം വെളുത്താലും അദ്ദേഹം ഒരു കഷ്ണം റൊട്ടി ഫ്രഷ് ആയിട്ട് അദ്ദേഹം ഒന്ന് ശരീരശുദ്ധി വരുത്തി അദ്ദേഹം ഒരു കഷ്ണം റൊട്ടി പൊതിഞ്ഞെടുത്ത് കടലാസിൽ പൊതിഞ്ഞെടുത്ത് അഗോറയിലെ തെരുവിലൂടെ അദ്ദേഹം നടക്കുമായിരുന്നു. തെരുവിലൂടെ അങ്ങനെ നടക്കുമ്പോൾ അതിലേ കടന്നു പോകുന്ന ചെറുപ്പക്കാര്, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാര്, അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാം കടന്നു പോകുമ്പോൾ അദ്ദേഹം അവരെ പിടിച്ചു നിർത്തി ചോദ്യങ്ങൾ ചോദിപ്പിക്കും. എന്നിട്ട് അദ്ദേഹം ഉത്തരം പറയും. അങ്ങനെയാണ് പിന്നെ അദ്ദേഹം പ്ലേറ്റോനെ കണ്ടുമുട്ടുന്നത്. നിങ്ങളെല്ലാവരും അറിയുന്ന കഥ തന്നെ ആയിരിക്കും കേട്ടോ. പ്ലേറ്റോനെ കണ്ടുമുട്ടുന്നത്. പ്ലേറ്റോ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായി. അങ്ങനെയാണ് പ്ലേറ്റോണിക് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി തന്നെ ഉണ്ടായത്. പുരുഷന്റെ സ്നേഹം അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു സോക്രട്ടീസ്. അപ്പൊ അങ്ങനെ സ്വൈരം കെടുത്തുന്ന ഭാര്യമാരുള്ള കാലത്ത് എന്താ വെച്ചാൽ ഈ സോക്രട്ടീസിന്റെ പല ആശയങ്ങളും പിന്നെ ലോകമറിഞ്ഞത് പ്ലേറ്റോന്റെ കൃതികളിലൂടെയാണ്. ചരിത്രത്തിൽ ഭർത്താവിനെ വെറുത്ത ക്ലിയോപാട്ര, ചരിത്രത്തിലുള്ളതാണ്, ക്ലിയോപാട്ര തൻ്റെ ഭർത്താവായിട്ടുള്ള ടോളമി 14 കാരണം അവരുടെ സഹോദരനെയാണ് അവർ കല്യാണം കഴിച്ചത്. അന്നൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഈജിപ്ത് പോയപ്പോ ഞാൻ കേട്ട കഥകളാണല്ലോ, അതെന്നെ ചരിത്രം പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവര് കല്യാണം കഴിച്ച അവരുടെ സഹോദരനെ അധികാര തർക്കത്തിന്റെ പേരിൽ വധിച്ചിട്ടുണ്ട്. വിഷം കൊടുത്ത് കൊല്ലുകയാണ് ആ സ്ത്രീ. അതേപോലെ ഗ്രീക്ക് പുരാണത്തിലെ ട്രോജൻ യുദ്ധത്തിന് ശേഷം മടങ്ങിയെത്തിയ ഭർത്താവിനെ ഭാര്യ വധിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എത്ര വലിയ മനുഷ്യനായിരുന്നു അല്ലേ. അദ്ദേഹത്തിനെ കൊല ചെയ്തത് ഭാര്യ മേരി ടോഡ് ലിങ്കൺ ആണെന്ന് അന്നേ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഭർത്താവിനെ കഷായം കൊടുത്ത് കൊല്ലുന്ന ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികള് പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞാല് ഭർത്താവിന് സ്വൈരം കൊടുക്കണം കേട്ടോ. നമ്മള് പൊസസീവ് ആവുമ്പോഴാണ് എല്ലാ ബന്ധവും തകരുക. ഈവൻ പ്രണയമായാലും വിവാഹമായാലും ഒക്കെ തകരുന്നത് എങ്ങനെയാണ്? ഈ പൊസസീവ് ആവുമ്പോഴാണ്. എന്റേത് എന്ന് നമ്മൾ എങ്ങനെയാ സ്വന്താക്കുക? ഒരാളെ സ്വത്തല്ലേ നമുക്ക് സ്വന്താക്കാൻ പറ്റുള്ളൂ, മനുഷ്യന് സ്വന്താക്കാൻ പറ്റും. ഒരു സ്വത്ത് ഒരു വസ്തു നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഒരു സ്വത്ത് നമുക്ക് വാങ്ങാം, അത് എന്റേതാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ഒരു മനുഷ്യന് എങ്ങനെയാണ് എന്റേതാണെന്ന് പറയാൻ സാധിക്കുക? ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിന്റെ പിന്നെ സംശയാലുവായ ഒരു ഭാര്യയായി എവിടെ പോയി, എപ്പോഴും വരും, എവിടെ എത്തി എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതേപോലെ പിന്നെ ഫോണ് ചെക്ക് ചെയ്യുക ചില സ്ത്രീകൾ, അതൊക്കെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പരസ്പരം വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ആരെ ഫോൺ ചെയ്താലും ഏതോ ഒരു പെണ്ണിനെയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്ത് സുഖമാണ് ഉണ്ടാവുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവും ഭാര്യയെ അങ്ങനെ പീഡിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. വിവാഹ ബന്ധങ്ങളിൽ വിള്ളൻ വീഴാൻ കാരണം ഈ പൊസസീവ്നെസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ സുഹൃത്തിന്റെ ഭാര്യ എപ്പോഴും അദ്ദേഹത്തിന് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ മനുഷ്യന് ഒരു സ്വൈര്യവും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് കൂട് പൊളിച്ച് എങ്ങോട്ടെങ്കിലും പോണെന്നാ തോന്നുക, എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്നാ തോന്നുക അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ നമ്മള് പൊസസീവ് ആവാതെ സ്നേഹവും വിശ്വാസവുമായിട്ട് പരസ്പരം മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമായി തീരും അല്ലെ. അപ്പൊ നമ്മൾ ദിവസം കാറും കോഴും മഴയും ഇടിയും ഉള്ള എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിൽ രസമില്ലല്ലോ. വല്ലപ്പോഴും ഒരിക്കലും കാറും കോളും ഇടിയും മഴയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ചിന്ത നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.